ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയ മക്കൾക്കൊക്കെ ജീൻസിൻ്റെ കൂടെ ഇടാൻ പറ്റിയൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. അപ്പോൾ ടോപ്പിന് ഫുൾ ലെങ്ത്ത് വരുന്നത് 18 ഷോൾഡർ വരുന്നത് 4.25, അതേപോലെ ചെസ്റ്റ് വരുന്നത് 6.25, വേസ്റ്റ് വരുന്നത് 5.25. 2 പാർട്ടായിട്ടാണ് നമ്മൾ ഈ ഫ്രോക്ക് ചെയ്യുന്നത്. മുകളിലത്തെ പാർട്ടിന് 9, അതേപോലെ താഴത്തെ പാർട്ടിനും 9. അപ്പോൾ ഫ്രില്ലൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ്ങിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു 6 to 7 ഇയേഴ്സിൻ്റെ മെഷർമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഷോൾഡർ തുണി 4 മടക്കിയിട്ടു. ഷോൾഡർ 4.25 മാർക്ക് ചെയ്തു. പിന്നെ നമ്മുടെ മുകൾ ഭാഗത്ത് നമ്മൾ കൈക്ക് സ്ട്രാപ്പാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ മുകളിലോട്ട് 2.5 ഇഞ്ച് വിട്ടിട്ട് മുകളിലോട്ട് വിടുന്ന ഭാഗവും കാൽക്കുലേറ്റ് ചെയ്തിട്ട് 4.5 ഇഞ്ചിലാണ് നമ്മൾ ആം ഹോള് എടുത്തേക്കുന്നത്. പിന്നെ ചെസ്റ്റ് 6.5, തയ്യൽത്തുമ്പ് 6.25, തയ്യൽത്തുമ്പ്. അപ്പോൾ നമ്മൾ എപ്പോഴും മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ആ സ്ട്രാപ്പിൻ്റെയും കൂടെ വെച്ചിട്ട് മാത്രമേ മെഷർമെൻറ്റ് എടുക്കാവൂ. അപ്പോൾ താഴോട്ട് 9 വേണ്ടത്. ഒരു 1.5 ഇഞ്ച് കൂടെ കൂട്ടി 10.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. അവിടുത്തെ വണ്ണം 5.25 തയ്യൽത്തുമ്പും. ഓക്കെ, ഇതേപോലെ. ഇനി തയ്യൽത്തുമ്പ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാവേ നമുക്ക്. എന്നിട്ട് താഴ്ഭാഗം 1.5 ഇഞ്ച് പോട്ട് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ ഷോൾഡറിൻ്റെ അവിടുന്ന് 4.25 മാർക്ക് കൊടുത്തു. ആം ഹോൾ 1/2 ഇഞ്ച് അകത്തേക്ക് കയറ്റി വരച്ചു. ആ 4.25 അവിടെ നിന്നാണ് നമ്മൾ അകത്തേക്ക് ആം ഹോള് റൗണ്ട് ചെയ്ത് വരച്ചെടുത്തേക്കുന്നത്. അതെപ്പോഴും ശ്രദ്ധിക്കണം. സ്ട്രാപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ആം ഹോളിലേക്ക് വരച്ചെടുക്കത്തേ ഉള്ളൂ. ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിലൂടെ കട്ട് ചെയ്തെടുക്കാം. മെയിൻ ക്ലോത്തും 4 മടക്കി ഇട്ടിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുവാണേ. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റി. ഇനി താഴ്ഭാഗത്തെ തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ താഴ്ഭാഗത്തെ തുണി എടുക്കുമ്പോഴാണ് എല്ലാവർക്കും ഡൗട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ വേസ്റ്റിൻ്റെ വണ്ണം എന്ന് വെച്ചാൽ 20 ഇഞ്ചായിരിക്കും. ഓക്കെ, ആ 20ൻ്റെ ഡബിളോ ത്രിബിളോ വേണം നമുക്ക് താഴ്ഭാഗത്തേക്ക് എടുക്കാൻ. അപ്പോൾ ഫ്രില്ല് കൂടുതൽ വേണമെങ്കിൽ നമ്മളൊരു ത്രിബിളെങ്കിലും എടുക്കണം. ഇപ്പോൾ 20 ആണെങ്കിൽ 40ഉം 60ഉം എടുക്കണം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ താഴ്ഭാഗത്തത് മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് തുണി എടുക്കുകയാണെങ്കിൽ കുറച്ച് ഫ്രില്ല് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ താഴ്ഭാഗത്ത് 9 നമുക്ക് വേണ്ടത്. അപ്പോൾ 1 ഇഞ്ച് കൂടെ കൂട്ടി 10 ഇഞ്ചിലാണ് നമ്മൾ താഴ്ഭാഗത്തെ നീളം കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ ആണ്, 2 ഇരട്ടിയോ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ ആണ്. നമ്മുടെ ഫ്രില്ലിനനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തണേ. പിന്നെ സ്ട്രാപ്പിന് വേണ്ടിയിട്ടുള്ളൊരു തുണി എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ നീളം ഒരു 9 ഇഞ്ചൊക്കെ മതി. ഇത്രയും വേണ്ട, ഒരു 9 ഇഞ്ചോ 8 ഇഞ്ചോ ഒക്കെ മതി. വീതി 2 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2 തുണി പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനെ 2 മടക്കി നമുക്ക് സ്റ്റിച്ചിട്ട് തിരിച്ചെടുക്കണമേ 2 പീസിനെ. അപ്പോൾ അത് തിരിച്ചെടുത്തിട്ടുണ്ട്. ഈ സ്റ്റിച്ച് വരുന്ന ഭാഗം ബാക്ക് സൈഡിൽ പോകാനായിട്ട് എപ്പോഴും നോക്കുക. ഇതൊന്ന് അയൺ ചെയ്തെടുത്താൽ അത്രയും നല്ലത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ നല്ല തുണിയാണ്, മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗമാണ് മുകളിൽ ഇരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ച് കൊടുത്തു. പിന്നെ നമ്മൾ സൈഡിൽ നിന്ന് 1 ഇഞ്ച് ഗ്യാപ്പിലൊരു മാർക്ക് കൊടുക്കുക. സൈഡിൽ നിന്ന് 2 സൈഡിൽ നിന്ന് നമ്മൾ ആ ഷോൾഡർ
തീരുന്നിടത്തുനിന്ന് അകത്തേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സ്ട്രാപ്പ് ആ 1 ഇഞ്ചിൽ വരുന്ന രീതിയിൽ ഇതേ രീതിയിൽ നമ്മൾ സ്ട്രാപ്പ് പിൻ ചെയ്ത് വെച്ച് കൊടുക്കുവാണ്. അപ്പുറത്തെ സൈഡിലും ഇതേപോലെ നമ്മൾ സ്ട്രാപ്പ് വെച്ച് കൊടുത്തു. എന്നിട്ട് നമുക്കൊന്ന് പിന്ന് കുത്തി കൊടുക്കണേ, അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവാൻ ചാൻസ് കൂടുതലാണ്. ഇനി ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാവേ. സ്ട്രാപ്പിൻ്റെ അവിടെ വരുമ്പോഴത്തേനും ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് ചെറിയ കട്ട് കൊടുക്കാവേ. ഒരു 2 ഇഞ്ച് ഗ്യാപ്പിൽ മൊത്തത്തിൽ നമുക്ക് സ്റ്റിച്ച് കൊള്ളാത്ത രീതിയിൽ ചെറിയ കട്ട് കൊടുക്കാം. ഇനി നമുക്കിത് തിരിച്ചെടുക്കാവേ. സ്ട്രാപ്പ് ഒന്ന് ജസ്റ്റ് വലിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് കറക്റ്റായിട്ട് വെച്ച് അയൺ ചെയ്തിട്ട് സൈഡിൽ തുമ്പിലൂടെ സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അത് ഒരു സൈഡ് കംപ്ലീറ്റ് ആയി. ഇതേ രീതിയിലാണ് നമ്മൾ അടുത്ത സൈഡിലൂടെ കംപ്ലീറ്റ് ആക്കി എടുക്കേണ്ടത്. അയൺ ചെയ്തിട്ട് അതിലെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. നമുക്കിത് കറക്റ്റ് മെഷർ ചെയ്ത് നോക്കാം. കറക്റ്റ് നമുക്കൊരു 5 ഇഞ്ചൊക്കെ മതി കേട്ടോ. അവിടുന്ന് ഒരു 5 ഇഞ്ചിൽ കറക്റ്റ് ഒരു മാർക്ക് കൊടുക്കുക. ബാക്കി ഭാഗം വേസ്റ്റാണ്. വേസ്റ്റെന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് കളയാൻ നോക്കണ്ട. അഥവാ നമ്മുടെ മെഷർമെൻറ്റിൽ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ വന്നാൽ നമുക്കിത് അഴിച്ച് റീവർക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഇതേപോലെ താഴ്ഭാഗത്ത് ലൈനിങ് വെച്ചു, പിന്നെ നമ്മുടെ സ്ട്രാപ്പ്, പിന്നെ നമ്മുടെ മെയിൻ ക്ലോത്ത് തിരിച്ചാണ് വെച്ചേക്കുന്നത്. റോങ് സൈഡാണ് ഈ മുകളിൽ ഇരിക്കുന്നത്. ഇനി ഇതും അതേ രീതി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്ത് തിരിച്ചിട്ടാൽ മാത്രം മതി. ഇനി ഞാൻ ഇതിന് എക്സ്ട്രാ ഭംഗി കൂട്ടാനായിട്ട് എൻ്റെ കയ്യിലൊരു വൈറ്റ് ലേസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ സ്ട്രാപ്പിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് 2 സൈഡും. അപ്പോൾ അത് കംപ്ലീറ്റായി. ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുക്കുവാണേ. എന്നിട്ട് നമുക്ക് കറക്റ്റ് നമ്മുടെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ചെസ്റ്റ് വരുന്നത് 6.25, വേസ്റ്റ് വരുന്നത് 5.25 അവിടേക്ക് സ്റ്റിച്ചിട്ട് കൊടുത്തു. എത്ര തയ്യൽ തുമ്പ് വേണോ തയ്യൽ തുമ്പ് ഇട്ടിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റാവേ. ഇനി താഴ്ഭാഗത്തെ തുണി എനിക്ക് 2 പീസായിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് ഞാൻ പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നത്. ആദ്യം ജോയിൻ ചെയ്തെടുത്തു. ജോയിൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജോയിൻ ചെയ്തത് ഭാഗം. എന്നിട്ട് ചെറിയ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വലിയ ഫ്രില്ല് വേണമെങ്കിൽ വലിയ ഫ്രില്ലിട്ട് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ്. പക്ഷേ ഫ്രില്ലിട്ട് വരുമ്പോൾ കറക്റ്റ് നമുക്ക് വേസ്റ്റിൻ്റെ ഭാഗം അത്രയും കറക്റ്റ് റൗണ്ടിന് കിട്ടണം. ആദ്യം വേസ്റ്റിൻ്റെ ഭാഗം അളന്ന് നോക്കിയിട്ട് മാത്രം ഫ്രില്ലിടാൻ തുടങ്ങാം.
ഞാനിവിടെ പകുതി ഫ്രില്ലിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് വേസ്റ്റിൻ്റെ ഭാഗം അളന്ന് നോക്കിയില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ വേസ്റ്റിൻ്റെ ഭാഗം കറക്റ്റ് 23.5 എനിക്ക് വരുന്നത്. അപ്പോൾ കറക്റ്റ് 23.5 തന്നെ വരണം നമ്മൾ ഫ്രില്ലിട്ട്. അപ്പോൾ അതത്രയും ഞാൻ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റ് വേസ്റ്റിൻ്റെ ഭാഗത്തിലേക്ക് കറക്കി ജോയിൻ ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ അത് കറക്റ്റ് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ്, ഞാനാണെങ്കിൽ താഴ്ഭാഗത്ത് ലൈനിങ് ഇട്ട് കൊടുത്തിട്ടില്ല, കാരണം നല്ല കട്ടിയുള്ള ക്ലോത്താണ്. അപ്പോൾ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതും ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ തുണിയുടെ അടിഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി അടിക്കണം കേട്ടോ. അടിഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി അടിക്കണം. അപ്പോൾ ഇതോടുകൂടി ഈ ടോപ്പിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതിനു വേണ്ടി വലുതായിട്ട് സ്റ്റിച്ചിങ്ങോ മെഷർമെൻറ്റിൻ്റെ കാൽക്കുലേഷനോ ഒന്നും അറിയേണ്ടതായിട്ടില്ല. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഒന്ന് ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ പാളിപ്പോയെന്നിരിക്കും, പക്ഷേ നമുക്ക് മനസ്സ് വെച്ചാൽ ഇത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ വേസ്റ്റ് ക്ലോത്തിൽ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതൊന്ന് സക്സസ് ആയാൽ നല്ല ക്ലോത്തിൽ തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ തന്നെ ചെയ്തിടുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഒക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഈ കുഞ്ഞു മക്കൾക്കൊക്കെ ആണെങ്കിൽ 1.5 മീറ്ററിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ ഫ്രോക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഔട്ട്ലുക്ക് കണ്ടാലോ, വായോ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്തൊരു വണ്ടർഫുൾ വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.